ആൻഡ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം വളരെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ വെളിച്ചത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വലിയ തോതിലുള്ള ചുങ്കം, റെസിപ്രോക്കൽ ടാരിഫ് എന്ന പേരിൽ, അതായത് തത്തുല്യ നികുതി അല്ലെങ്കിൽ ചുങ്കം അങ്ങോട്ടും ഇങ്ങോട്ടും, അതിലേറ്റവും കൂടുതൽ അമേരിക്ക ചൈനയ്ക്കെതിരെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയാണ് തുടങ്ങി വെച്ചത്. വ്യാപാര യുദ്ധത്തിന്റെ ആരംഭം അമേരിക്ക അല്ലെങ്കിൽ ട്രംപിന്റെ ഏഹ്, കൂടത്തിന്റെ ഭാഗത്തു നിന്നാണ്. ട്രംപ് ആദ്യം കുറേയേറെ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തെങ്കിലും ഒരു 90 ദിവസത്തേക്ക് അത് മരവിപ്പിക്കുകയും അതിനൊരു പിന്നെ ഇളവുകൾ മറ്റു രാജ്യങ്ങൾക്ക് തൽക്കാലം കൊടുക്കുകയുണ്ടായി. ഇളവുകൾ എന്ന് പറഞ്ഞാൽ ചൈന ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് ട്രേഡ് നടത്തുകയും ആ ട്രേഡിൽ സർപ്ലസ് ഉള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ ചുങ്കം ഏർപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അമേരിക്കയുമായിട്ട് ചർച്ചയിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെയുള്ള ശ്രമത്തിൽ ആയതുകൊണ്ടാണ് ട്രംപ് ഈ പറഞ്ഞ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഈ ഇളവുകൾ തൽക്കാലം മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ നിർത്തിവെക്കുകയോ ചെയ്തത്. ആ ബേസിക് ടാരിഫ് ലൈനുള്ള 10% എല്ലാ രാജ്യങ്ങളുടെ മുകളിൽ ചുമത്തിയിട്ടുണ്ട്. ബാക്കി റെസിപ്രോക്കൽ ടാരിഫ് അതിന്റെ മേലുള്ളതാണ് തൽക്കാലം 90 ദിവസത്തേക്ക് നിർത്തിവെക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ. പക്ഷേ ചൈനയുടെ ഭാഗത്തുനിന്ന് മാത്രം പ്രത്യേകിച്ച് അത്തരമൊരു ഇനിഷ്യേറ്റീവോ അല്ലെങ്കിൽ ഒരു ആ, നിലപാടോ ഇല്ലാത്തതിന്റെ പിന്നെ ദേഷ്യത്തിലായിരിക്കാം ട്രംപ് കൂടുതൽ ടാരിഫ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മുകളിൽ ഏർപ്പെടുത്തുവാൻ തീരുമാനിക്കുക. ഏതാണ്ട് 245% ഉണ്ടെന്ന് തോന്നുന്നു ചൈനയുടെ മുകളിൽ ഏർപ്പെടുത്തിയ ടാരിഫ്. അതുപോലെ ചൈന തിരിച്ചും അതേ നാണയത്തിൽ തന്നെ തിരിച്ച് ചുങ്കം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളായതുകൊണ്ട്, അല്ലെങ്കിൽ ഏം, ഈ സാമ്പത്തിക ഏം, മായി പുരോഗതി പ്രാപിച്ച രണ്ട് രാജ്യങ്ങളായതുകൊണ്ട്, കാരണം ആദ്യത്തെ സമ്പദ് വ്യവസ്ഥ അമേരിക്ക, രണ്ടാമത്തെ ചൈനയാണല്ലോ. അപ്പൊ ഇത് ലോകരാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു, ലോക സമ്പദ് വ്യവസ്ഥ എങ്ങനെ ബാധിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇനിയും ഒരു റിസഷൻ വളരെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പൊ ഇരു രാജ്യങ്ങളും തീർച്ചയായിട്ടും ഇതിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളവുകൾ വരുത്താനോ അയവുകൾ വരുത്താനോ, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെയും പിന്നെ പ്രസിഡന്റുമാര് ട്രംപും അല്ലെങ്കിൽ ഷീ ജിൻപിങ് അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്കൊരു പിന്നെ തയ്യാറെടുപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇതുവരെ തെളിഞ്ഞു കാണുന്നില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നത്. ചൈന ഒറ്റപ്പെടുമ്പോൾ അമേരിക്കയുടെ ഒപ്പം മറ്റു രാജ്യങ്ങൾ നിലനിന്നുകൊണ്ട് ചൈനയ്ക്ക് ഒരു ഐസൊലേഷൻ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാംബ്ലിങ്ങിൽ ട്രംപിന്റെ ഈ ഒരു പിന്നെ ടാരിഫ് വാറിൽ അമേരിക്കക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ, അല്ല അമേരിക്ക വിജയിക്കുമോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംയമനം പാലിച്ചില്ലെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ രൂക്ഷമായിട്ടുള്ള പിന്നെ പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ട്രംപിന്റെ ഈ പറഞ്ഞ ചുങ്കം ഏർപ്പെടുത്തിയത് ചൈന ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ചൈനയെ മാത്രമാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതോടെ നമുക്ക് ലോകത്തിൽ രണ്ട് ശക്തരായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ, ശക്തർ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ശക്തി പ്രാപിച്ച രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ തുടരുന്ന ഒരു മൃഗീയമായിട്ടുള്ള വാണിജ്യപ്പാതയാണ്. മൃഗീയമായിട്ട് പറഞ്ഞാൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു രീതിയിലുള്ള കോംപ്രമൈസ് ചെയ്യുവാൻ ഈ രാജ്യങ്ങളും തയ്യാറായിട്ടില്ല. അപ്പൊ മറ്റു രാജ്യങ്ങളെ ഈ ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ചൈനയെ മാത്രം ട്രംപിന് അമേരിക്കയ്ക്ക് ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ടാരിഫ് വാറിൽ വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പൊതുവെ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ നടന്നത്. മറ്റ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ഈ ടാരിഫിന്റെ കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തുവാൻ ട്രംപിനും അമേരിക്കയ്ക്കും സാധിക്കുമോ? ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വിയറ്റ്നാം അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ പിന്നെ റെഡിനെസ്, അല്ലെങ്കിൽ അവർ തയ്യാറാണ് അമേരിക്കയുമായിട്ട് പിന്നെ പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാക്കാനും അവരുടെ ഭാഗത്തുനിന്ന് അവർ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കങ്ങൾ വളരെ ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനൊക്കെ അവർ തയ്യാറാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്രംപിന്റെ ഈ ഒരു പിന്നെ ചുവടുവയ്പ് അമേരിക്കയെ വീണ്ടും വലിയൊരു രാജ്യമാക്കി മാറ്റാൻ കഴിയുമോ സാധിക്കുമോ എന്നൊക്കെ എന്നുള്ളതാണ്.
പക്ഷെ എന്നാലും ഇപ്പോഴത്തെ നിലനിൽക്കുന്ന അവസ്ഥയിൽ നമുക്കതിനെ തീർച്ചയായിട്ടും ഒന്നും ഒരു ഫൈനലൈസേഷൻ കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം ഇരു രാജ്യങ്ങൾക്കും ഇതിനകത്ത് ഏർപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങൾക്കും വളരെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ, സമ്പദ് വ്യവസ്ഥയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം അൾട്ടിമേറ്റ് വിന്നർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒത്തിരി നഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ സഹിച്ചുകൊണ്ട് മാത്രമേ ഈ ഒരു ടാരിഫ് വാറിൽ മുന്നോട്ട് രാജ്യങ്ങൾക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ചിലതൊക്കെ നമുക്ക് ഇപ്പോഴും പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ട്രംപിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, ചൈനയെ ഐസൊലേറ്റ് ചെയ്യുക ഇക്കണോമിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയെ തളർത്തുക എന്നുള്ളതാണ്. കാരണം ചിരകാലമായിട്ട് നിലനിൽക്കുന്ന അമേരിക്കയുടെ നയപരിപാടികളുടെ ഒരു ഭാഗമാണ് റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ സാമ്പത്തികമായിട്ട് നടത്താൻ കഴിയുന്ന, അപ്പോൾ അവരുമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇറാൻ ഫോർ എക്സാമ്പിൾ, പിന്നെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളെയും അവർ ടാർഗറ്റ് ചെയ്ത്, അപ്പോൾ അത് ഓരോന്നോരോന്നെ കഴിഞ്ഞ് 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 വന്നിട്ട് റഷ്യ യുക്രൈൻ വാറിൽ റഷ്യയെ കൊണ്ട് നാട്ടിൽ അവർ തളർത്തിയിട്ടു. അപ്പം റഷ്യ എന്തൊക്കെ പറഞ്ഞാലും യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക്, നമുക്കറിയാം അങ്ങനെ ഒരു രാജ്യത്തിന് തീർച്ചയായിട്ടും പെട്ടെന്നൊരു റിക്കവറി അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് അടുത്തവരുടെ ടാർഗറ്റ് ചൈന ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ചൈനയ്ക്കെതിരെ പെട്ടെന്നൊരു മിലിറ്ററി ഓപ്പറേഷൻസ് പല ആ, സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ സൗത്ത് ചൈന സീയിൽ, അല്ലെങ്കിൽ തായ്വാൻ ചൈന ഇഷ്യൂവിൽ, ഇവൻ ഇന്ത്യ ചൈന ബോർഡറിൽ മിലിറ്ററിലി ചൈനയെ പിന്നെ കോൺഫ്രണ്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇക്കണോമിക്കലി അവരെ പരമാവധി തളർത്തിയിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്തിട്ട് ഒരുപക്ഷെ ആ ഒരു ടാർഗറ്റിൽ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകാനായിരിക്കും ചിലപ്പോൾ അമേരിക്കൻ സൈഡിൽ നിന്ന് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടന്നത്. അത് നമുക്കിപ്പോഴും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഈ ട്രംപിന്റെ ഈ ടാരിഫ് വാർ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഈ ഉപരോധം, അല്ലെങ്കിൽ ഈ സാമ്പത്തികമായിട്ടുള്ള ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചൈനയെ നിലയ്ക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്നും നിലവാരമില്ലാത്ത ഒത്തിരി പ്രോഡക്ട്സ് അമേരിക്കൻ വിപണിയിൽ കൊണ്ട് അവർ കുറഞ്ഞ വിലയ്ക്ക് തള്ളുന്നുണ്ട്, അല്ലെങ്കിൽ ഡംപ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറൻസി മാനിപ്പുലേറ്റർ ആണ് ട്രംപ് വിളിച്ചു പറയുന്നുണ്ട്. അത് ഇന്ത്യയും ചൈനയും എല്ലാം ഒരേ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. അത് അദ്ദേഹം ആദ്യത്തെ ടേമിൽ വന്നപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയും അപ്പൊ ഇതൊക്കെയാണ് ട്രംപിന്റെ ചൈനയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ. അതായത് വില കുറഞ്ഞ സാധനങ്ങൾ, ചൈനയുടെ നിലവാരമില്ലാത്ത ചരക്കുകൾ, പ്രോഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ, അത് അമേരിക്കൻ വിപണിയിൽ മാത്രമല്ല ലോക വിപണിയിലെല്ലാം തന്നെ അങ്ങനെയാണ്, ഡംപ് ചെയ്യുക. അതുപോലെ തന്നെ കറൻസി മാനിപ്പുലേറ്റ് ചെയ്യുക. എന്നിട്ട് അവരുടെ കറൻസിയിൽ ആർട്ടിഫിഷ്യലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കൂടുതൽ അവരുടെ സാധനങ്ങളെ എക്സ്പോർട്ട് ചെയ്യാൻ പരുവത്തിൽ ആക്കിയെടുക്കുക. പിന്നെ അമേരിക്കയുടെ ഭൗതിക സ്വത്തവകാശങ്ങൾ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇതെല്ലാം കവർന്നെടുക്കുക. ഇതൊക്കെ തന്നെയാണ് ട്രംപ് പിന്നെ ചൈനയ്ക്കെതിരെ എപ്പോഴും പിന്നെ എടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഹരി ബോണ്ട് വിലകൾ മാനേജ് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ പബ്ലിക് ഡെറ്റ്, അല്ലെ എക്സ്റ്റേണൽ ഡെറ്റ്, ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മി, ഇതൊക്കെ കുറയ്ക്കുക. അപ്പം മറ്റു ചിലർ പറയുന്നത് ബോണ്ട് നേട്ടം കുറയ്ക്കുന്നത് കൊണ്ട് ഡോളർ ദുർബലപ്പെടുകയും അപ്പോൾ ട്രംപിന്റെ ഈ പറഞ്ഞ നീക്കങ്ങൾ അതിന് കാരണമാകാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് മറ്റു ചില ആൾക്കാർ ട്രംപിനെതിരെ വിമർശിക്കുന്നവർ പറയുന്നത്. ട്രംപ് പറയുന്നത് ഉയർന്ന ജീവയിലൂടെ ഉയർന്ന വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ശരിയാണ്, അമേരിക്ക ഇപ്പോൾ കുറെ പിന്നെ റവന്യൂസ് കിട്ടുന്നുണ്ട് ഈ ടാരിഫ് ഏർപ്പെടുത്തിയതിന്റെ ഫലമായിട്ട്. അതുപോലെ തന്നെ കയറ്റുമതിക്കാരെ മാനുഫാക്ചറേഴ്സിനെ അമേരിക്കയിൽ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ നിർബന്ധിതരാക്കിക്കൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം ആകർഷിക്കുക, ഇതിലൂടെ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളത് ട്രംപിന്റെ ലക്ഷ്യമാണ്. പക്ഷേ ഇത് എത്രത്തോളമൊക്കെ ഇത് പ്രാവർത്തികമാകുമെന്നുള്ളത് മറ്റ് ചില പിന്നെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. അപ്പൊ ഈ തൊഴിൽ നഷ്ടത്തിന് വളരെ സാധ്യതയുണ്ടെന്നാണ് ഇത് പറയുന്നത്. തുടക്കം മുതൽ തന്നെ ട്രംപിന്റെ നയങ്ങളിൽ ഈ പറഞ്ഞ ടാരിഫ് ഏർപ്പെടുത്തുന്ന ഈ നയങ്ങളിൽ സന്ദേഹം അല്ലെങ്കിൽ ഒരു ആശങ്ക രേഖപ്പെടുത്തിയ ഒത്തിരി ആൾക്കാർ അമേരിക്കത്തിലുണ്ട്. കാരണം ഈ വൻകിട കമ്പനികൾ, പ്രത്യേകിച്ച് ബിഗ് കോർപ്പറേഷൻസ് ഒക്കെ തന്നെ ഏതെങ്കിലും ഒരു എക്കോണമിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു നിക്ഷേപം നടത്തുമ്പോൾ, അതിപ്പോൾ ഇന്ത്യയിലായാലും ചൈനയിലായാലും
അല്ലെങ്കിൽ മറ്റ് ഏത് സമ്പദ് വ്യവസ്ഥയിലായാലും ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ 20 മുതൽ 30 അല്ലെങ്കിൽ 35-40 വർഷത്തെ ഒരു സാധ്യത മുന്നിൽ കണ്ടാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവർക്കത് നിർത്തി പോകാൻ വേണ്ടിയല്ലോ തീർച്ചയായിട്ടും ബിസിനസ് തുടങ്ങുന്നത്. ആ ഇൻവെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ ചെറുകിട വ്യവസായികളുടെ കാര്യമല്ല പറയുന്നത്, വൻകിട വ്യവസായികളുടെ കാര്യമാണ്, ബിഗ് കോർപ്പറേഷൻസ്. അപ്പോൾ അവർ മൾട്ടി ബില്യൺസിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് രാജ്യത്തായാലും. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അവർ 20-30-35 വർഷത്തെ കാലയളവ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ട്രംപിന്റെ ഈ നയങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ട് നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവർക്ക് അവരെ അത് നിരുത്സാഹപ്പെടുത്താൻ കൂടുതൽ വഴിതെളിക്കുമെന്നാണ് ഒരു വിഭാഗമുള്ള ആൾക്കാർ പറയുന്നത്. പിന്നെ അമേരിക്കയിലെ വേജസ് അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. കൂലി വളരെ ഉയർന്നതായതുകൊണ്ട് വളരെ വ്യാപകമായിട്ടുള്ള ഓട്ടോമേഷൻ അമേരിക്കയിൽ പിന്നെ നടത്താതെ മാനുഫാക്ചറിങ് പഴയതുപോലെ അമേരിക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് സാധ്യമല്ല. ഓട്ടോമേഷന്റെ കാര്യത്തിൽ അമേരിക്ക മുൻപന്തിയിലാണ്. കാരണം അമേരിക്ക ഇപ്പോഴും ടെക്നോളജിക്കലി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ്. അപ്പം എന്നിരുന്നാൽ തന്നെയും ചൈന അമേരിക്കക്കാളിലും വൻതോതിൽ അവർ ഓട്ടോമേഷൻ അവരുടെ ഫാക്ടറികളിലും മാനുഫാക്ചറിങ് പ്ലാന്റിലും മറ്റെല്ലാ ബിസിനസ് മേഖലകളിലും ഒക്കെ തന്നെ ഓട്ടോമേഷൻ അവർ വ്യാപകമായിട്ട് അവരെ ഏർപ്പെടുത്തി കഴിഞ്ഞു. അമേരിക്കയിലെ ഓട്ടോമൊബൈൽ മേഖലയിൽ, അതായത് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് സെക്ടറിൽ ഒരു തൊഴിലാളിക്ക് $70 ഒരു മണിക്കൂർ കൊടുക്കണമെങ്കിൽ മെക്സിക്കോയിൽ അത് $7. അപ്പോൾ അത്രയ്ക്ക് അന്തരമുണ്ട് വേജസ് തമ്മിൽ, കൂലികൾ, കൂലി തൊഴിൽ വേതനം തമ്മിൽ. അപ്പോൾ അമേരിക്കയിൽ ഈ ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാനുഫാക്ചർ ചെയ്യാൻ താല്പര്യമുള്ളവർ അമേരിക്കയെ ഒരു പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ, മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഒരു പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ ആക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്. കാരണം ലേബർ കോസ്റ്റ് ആണ് എല്ലാ മാനുഫാക്ചറേഴ്സും ആദ്യമായി പരിഗണിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന. അപ്പോൾ ലോകത്ത് ഏറ്റവും ചീപ്പായിട്ട് ലേബറിനെ കിട്ടുന്ന സ്ഥലം എവിടാണോ അവിടാണ് അവർ തീർച്ചയായിട്ടും മാനുഫാക്ചറിങ് പ്ലാന്റ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നത്. പിന്നെ ബാക്കിയുള്ള ഘടനകളും അല്ലെങ്കിൽ ബാക്കിയുള്ള പിന്നെ ഫാക്ടേഴ്സ്, ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, ബാക്കിയുള്ള ബിസിനസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള അന്തരീക്ഷം, ഇതൊക്കെ തന്നെ അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ തന്നെയും ഗ്രാജുവലി. പക്ഷേ ചീപ്പായിട്ടുള്ള ലേബർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമായിരിക്കും അവർ കൂടുതൽ തിരഞ്ഞെടുക്കാൻ. ഇപ്പം ചൈനയുടെയൊക്കെ വിജയത്തിന് കാരണം അത് തന്നെയാണ്, അല്ലെങ്കിൽ വിയറ്റ്നാം, ഈവൻ മെക്സിക്കോ ഒക്കെ തന്നെ. അപ്പം ഇന്ത്യയിലും നമ്മൾ ഈ താരതമ്യേന ചീപ്പായിട്ടുള്ള ലേബറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ചൈനയിലൊക്കെ ഇപ്പോഴും ചീപ്പ് ലേബർ വളരെയധികം അവൈലബിൾ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയും ചൈനയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അമേരിക്കയ്ക്ക് വൻ രീതിയിലുള്ള മുന്നേറ്റം ഈ ട്രംപിന്റെ പോളിസി മാറ്റത്തിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ ഈ തൊഴിൽ വേതനം തന്നെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമൊബൈൽ സെക്ടറിൽ മാത്രമല്ല മറ്റെല്ലാ സെക്ടറിലും തന്നെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്, ഈവൻ മെക്സിക്കോയെ പോലും അപേക്ഷിച്ച് വൻതോതിലുള്ള പിന്നെ വേജസ് അല്ലെങ്കിൽ ലേബർ കോസ്റ്റാണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉൽപാദന മേഖലയിലുള്ള ബിസിനസ് കോർപ്പറേഷൻസ് അമേരിക്കയെ ആസ്ഥാനമാക്കി ഉൽപാദനം നടത്തുകയും അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്യും എന്നൊക്കെയുള്ള ട്രംപിന്റെ ആ ഒരു നിലപാട് എത്രത്തോളം വിജയിക്കും എന്ന് സംശയം ഉളവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന തീരുവ, നാണ്യപ്പെരുപ്പ്, ഇൻഫ്ലേഷന് കാരണമാകും, ജീവിത ചെലവ് കൂടും. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ ചെലവ് ചുരുക്കാൻ പ്രേരിപ്പിക്കുക, അതുപോലെ കൺസംഷൻ കുറയും. കൺസംഷൻ കുറയുമ്പോൾ അത് ബിസിനസ്സിനെ ബാധിക്കും, ഇല്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു ചെയിനാണ്, ചെയിൻ റിയാക്ഷനാണ്, ഇതൊക്കെ സൈക്കിളാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അത് കൂടുതൽ പിന്നെ തൊഴിൽ നഷ്ടത്തിലെ കാര്യങ്ങൾ. കാരണം ബിസിനസ്സുകാർക്ക് ബിസിനസ് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ലാതെ വരുമ്പോൾ, കാരണം ആൾക്കാരുടെ കൺസംഷൻ, പർച്ചേസിങ് പവർ കുറയും. അപ്പോൾ ഇത് സാധനങ്ങൾ വാങ്ങിക്കാൻ ആളില്ല, അപ്പോൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചൊരു കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ ജോലി വെട്ടിച്ചുരുക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതൽ തൊഴിൽ നഷ്ടത്തിലേക്ക് വീണ്ടും കൊണ്ടുപോയി എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാരിഫ് വാറിൽ അല്ലെങ്കിൽ ട്രേഡ് വാറിൽ അമേരിക്കയ്ക്ക് ജയിക്കാനുള്ള സാധ്യത ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. കാരണം ചൈനയെ സംബന്ധിച്ച് പിന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്ലസ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിശക്തമായിട്ടുള്ള ആഭ്യന്തര വിപണിയുണ്ട്, ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് വേണമെന്നൊക്കെ പറയാൻ പറ്റും. അതുപോലെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഈ
കോണ്ടിനെന്റിലൊക്കെ ഉള്ള രാജ്യങ്ങളുമായിട്ട്, വികസ്വര രാജ്യങ്ങളുമായിട്ട് ശക്തമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള ബന്ധങ്ങളാണ് ചൈനയ്ക്കുള്ളത്. അപ്പം ഈ സാമ്പത്തിക സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രേഡ് വാറിന്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുവാൻ അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്രദമാക്കുവാൻ സാധ്യതയുള്ള ചൈനയ്ക്കാണ്. അപ്പോൾ ഇന്ത്യയെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും താരതമ്യം ചെയ്യുമ്പോഴും ചൈനയ്ക്കുള്ള മേൽക്കോയ്മകൾ അല്ലെങ്കിൽ മേൽക്കൈ അപ്പർ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്ന സാഹചര്യങ്ങളെ കൂടുതൽ പ്രയോജനപ്രദമാക്കി മാറ്റുവാനും ഫലപ്രദമാക്കി മാറ്റുവാനും ഒക്കെ തന്നെ ചൈനയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ടെക്നോളജി മികവും പശ്ചാത്തല സൗകര്യങ്ങളും അതിഗംഭീരമാണെന്ന് നമുക്കറിയാം. ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഹൈലി ഡെവലപ്ഡ് ആണ്, വളരെ മോഡേൺ ആണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ, ഈവൻ അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അത് ചൈന അതിനകത്തിലൊക്കെ വളരെ മുൻപന്തിയിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ വർഷവും ചൈന 35 ലക്ഷം സ്റ്റെം എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്, ഈ പറഞ്ഞ മേഖലകളിലൊക്കെ 35 ലക്ഷത്തോളം ബിരുദധാരികളാണ് അവർ സൃഷ്ടിക്കുന്നത്. അമേരിക്കയിലെ ഇതിനേക്കാളിലും ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പല സ്റ്റാറ്റിസ്റ്റിക്സും അല്ലെങ്കിൽ പല ക്രൈറ്റീരിയ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിലെല്ലാം തന്നെ ചൈനയ്ക്ക് മുൻകൈ ഉള്ളതായിട്ട് അല്ലെങ്കിൽ മേൽക്കൈ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചൈനയുടെ വൊക്കേഷണൽ സ്കൂളുകളിൽ നിന്ന് 10,000 കണക്കിന് ഇലക്ട്രീഷ്യന്മാർ, വെൽഡർമാർ, കാർപ്പൻറ്റർമാർ, ഈ മെക്കാനിക്കൽ, പ്ലംബർമാർ, ഇതൊക്കെ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ഉൽപ്പന്നത്തെ പറ്റി ഒരാൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് സൃഷ്ടിക്കാനുള്ള അടിസ്ഥാന സൗകര്യം ചൈനയിലുണ്ട്, ഇക്കോസിസ്റ്റം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ബിസിനസ്സാക്കി മാറ്റുവാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള ഇക്കോസിസ്റ്റം ചൈനയിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. അതുപോലെ തന്നെ വൊക്കേഷണൽ സ്കൂളിൽ നിന്ന് അത് തൊഴിൽ പരിശീലനം കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള മേഖല, ഇലക്ട്രീഷ്യന്മാരെ, വെൽഡർമാരെ, പ്ലംബർമാരെ, കാർപ്പൻറ്റർമാരെ, മെക്കാനിക്കുകൾ, ഇവരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു നൂതന ആശയം ഉണ്ടെങ്കിൽ അതിനെ പിന്നെ ബിസിനസ്സാക്കി മാറ്റുവാൻ പരുവത്തിലുള്ള ഇക്കോസിസ്റ്റം ചൈനയിലുണ്ട്. അപ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചൈനയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു പോപ്പുലർ കോളമിസ്റ്റ് നമുക്ക് അറിയാം, തോമസ് എൽ ഫ്രീഡ്മാൻ ആണ് പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് യഥേഷ്ടം സ്റ്റെം ബിരുദധാരികൾ ഉണ്ടെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് മറ്റാരേക്കാളും കൂടുതൽ പ്രതിഭകളെ നിങ്ങൾക്ക് വിന്യസിക്കാനാകും. അതിനാണ് ചൈനയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ട്രംപിന്റെ ഈ പറഞ്ഞ ഭീഷണി ചൈനയ്ക്ക് യഥാർത്ഥത്തിൽ ഗുണകരമാകും. അത് ഫലപ്രദമായി ചൈനയ്ക്ക് നേരിടാൻ സാധിക്കും എന്നുള്ളത് പല ക്രൈറ്റീരിയയുടെ അല്ലെങ്കിൽ പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നഷ്ടം അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ട്രംപ് വിചാരിക്കുന്ന പോലെ ആൾക്കാരെ ഇൻവെസ്റ്റേഴ്സിനെ അമേരിക്കയിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ നിലനിൽക്കുന്ന ഈ ഹൈ ലേബർ കോസ്റ്റ് കാരണം, ആ ഒരു പ്രധാന കാരണം കൊണ്ട് തന്നെ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം ഏത് കോർപ്പറേഷൻ ആയാലും അല്ലെങ്കിൽ ഏത് ബിസിനസ് പിന്നെ സ്ഥാപനമായാലും ശരി, അവർ നോക്കുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ അവർക്ക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്രവിശ്യകളിൽ മാത്രമേ, അല്ലെങ്കിൽ രാജ്യത്ത് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ മാത്രമേ അവർ അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകത്തുള്ളൂ ഇന്നത്തെ ആഗോള പശ്ചാത്തലത്തിൽ. അപ്പോൾ ചൈനയ്ക്ക് ഗ്ലോബലി ആഗോളതലത്തിലും അതുപോലെ തന്നെ പ്രവിശ്യാതലത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ റീജിയണലായിട്ടൊക്കെ തന്നെ 22 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ അവർ ഒപ്പുവെച്ചിട്ടുണ്ട്. അടുത്തൊരു 10 സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പിടാൻ വേണ്ടി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ മാനുഫാക്ചറിങ്ങിന് നമുക്കറിയാം വളരെ മുൻപന്തിയിലാണ് ചൈന. അവരെ വെല്ലാൻ ഇതുവരെ മറ്റൊരു രാജ്യത്തിനും ഇതുവരെ അവരുടെ അടുത്തുപോലും എത്താൻ സാധിച്ചിട്ടില്ല. ഗ്ലോബൽ മാനുഫാക്ചറിങ്ങിന്റെ 32% ചൈനയുടെ സംഭാവനയാണ്. 2000 ഇത് 6%, ഇപ്പോൾ 2025 32%. മറ്റു പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, ജർമ്മനി, ജപ്പാൻ, സൗത്ത് കൊറിയ, ബ്രിട്ടൻ, ഇവരുടെയൊക്കെ മൊത്തം മാനുഫാക്ചറിങ്ങിനേക്കാൾ കൂടുതലാണ് ചൈനയുടെ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യാപാര യുദ്ധം ആർക്ക് ഫേവറബിൾ ആകും എന്നുള്ളത് നമുക്ക് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിളിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ റോബോട്ടുകളെ മറ്റെവിടെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ റോബോട്ട് അല്ലെങ്കിൽ പിന്നെ ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടുകൾ, ഇതെല്ലാം തന്നെ ചൈന അവരുടെ ഫാക്ടറികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ചൈനയിൽ നിർമ്മിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ്. കാരണം അവർ ടെക്നോളജിയുടെയൊക്കെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മറ്റൊരു രാജ്യത്തിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇക്കാര്യങ്ങളൊന്നും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്പും ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ചൈനീസ് കയറ്റുമതിക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതിന്
അവർ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം ഇതിപ്പോൾ തൽക്കാലത്തെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അറ്റാക്കാണ് പരസ്പരം അങ്ങോട്ട്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇതേ രീതിയിൽ മുന്നോട്ട് തുടർന്നുകൊണ്ട് പോകാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയില്ല, ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും കഴിയില്ല. കാരണം ഇതിനകത്ത് തീർച്ചയായിട്ടും സമവായം ഈ അമേരിക്കയും ചൈനയും തമ്മിൽ എത്തിച്ചേർന്നേ വരത്തുള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്തിൽ ഒരു സാധ്യത തെളിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം ഈ പറഞ്ഞ ഈ ചൈന കൊടുക്കുന്ന സാധനങ്ങൾ, വില കുറച്ച് കൊടുക്കുന്ന സാധനങ്ങൾക്ക് പകരം അതിനെ റീപ്ലേസ് ചെയ്യാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ വേറെ അതിനൊരു ബദൽ സംവിധാനം കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഇല്ല. അപ്പം ഉയർന്ന തീരുവ ആഗോള ഗ്ലോബൽ ഇക്കോണമിയെ അസ്ഥിരപ്പെടുത്തുകയും അതുപോലെ തന്നെ അത് ഇക്കണോമിക് റിസഷനിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ പല സാമ്പത്തിക വിദഗ്ധരും അത് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. 1828 യു എസിൽ ഉയർന്ന തീരുവ ചുമത്ത് വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിന് വഴി തെളിച്ചെന്ന് ഉദാഹരണം പറയുന്നുണ്ട്. 1930 യു എസ് അമേരിക്ക കൊണ്ടുവന്ന മറ്റൊരു ദേശ സംരക്ഷണവാദ തിരുവയും മറ്റൊരു മഹാമാന്ദ്യത്തിന് 1930s റിസഷൻ. അതൊക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്കയും പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളെയൊക്കെ വല്ലാതെ തളർത്തുകയൊക്കെ ചെയ്ത ഒരു മഹാസംഭവങ്ങളായിട്ടാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇതും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു ട്രേഡ് വാർ, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് വാറും അത് സോൾവ് ചെയ്തില്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക മാന്ദ്യ ഭീഷണിയിലേക്ക് ഈ ലോക സമ്പദ് വ്യവസ്ഥയെ കൊണ്ട് എത്തിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചൈനയെക്കുറിച്ച് പറയുന്നത് ചൈന വളരെ ഭീഷണിയാണ്, അങ്ങേയറ്റം ഭീഷണിയാണ് ഏത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക്. അത് ഒരു കണക്കിന് ശരിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവരുടെ മിടുക്ക് ഉപയോഗിച്ച് അവർ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി. മറ്റു രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ നമ്മൾ വെറുതെ കയ്യും കെട്ടി നോക്കി നിന്നുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടുള്ള അവസരങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി നമുക്ക് ചൈനയെ പോലെ വളരാനോ അല്ലെങ്കിൽ ചൈനയെ പോലെ നമുക്ക് പ്രയോജനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനൊരു ഈ ട്രംപിന്റെ ഈ നയം ഇതിനകത്തിൽ അത് തീർച്ചയായിട്ടും മാറാൻ പറ്റും. അതാണ് പറഞ്ഞത് പ്രഡിക്റ്റബിൾ അല്ല എന്ന് പറയുന്നത്. ട്രംപിന്റെ നയങ്ങൾ പ്രഡിക്റ്റബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം ഏത് സമയത്തും, കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഉള്ളി റെസിപ്രോക്കൽ ടാരിഫ്, തത്തുല്യ ചുങ്കം ചുമത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എടുത്തു മാറ്റി. ഒരു 90 ദിവസത്തെ ഫ്രീസ് അല്ലെങ്കിൽ ഒരു ഇളവ് കൊടുത്തു. അപ്പം അതിനകത്തിലൊക്കെ പലതരത്തിലുള്ള ഈ മാറ്റങ്ങൾ ട്രംപ് വരുത്തുന്നുണ്ടെങ്കിൽ തന്നെയും അത് നമുക്ക് എത്രത്തോളം പ്രഡിക്റ്റബിൾ എന്നൊരു അവസ്ഥയിലൊക്കെ, അതായത് ട്രംപിന്റെ പോളിസി പ്രഡിക്റ്റബിൾ അല്ല എന്നാണ് എല്ലാവരും പറയുന്നതും നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യാം. ഏത് സമയത്തും ഏത് തരത്തിലുള്ള നയങ്ങളും എടുക്കാൻ സാധ്യതയുള്ള ഒരു US പ്രസിഡന്റാണ് ട്രംപ് എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ചൈനയുടെ കാര്യം ഇതാണ്. കാരണം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാറിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമാണ്. കാരണം അവർ വിചാരിക്കുന്ന പോലെ ഇൻവെസ്റ്റേഴ്സിനെ അവരുടെ രാജ്യങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഉയർന്ന തൊഴിൽ വേതനം നിലനിൽക്കുന്നുണ്ട് തന്നെ മാത്രം. പിന്നെ ചൈനയ്ക്ക് ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും അവർ നേടിയെടുത്തിട്ടുള്ള ആ ഒരു മേൽക്കൈ അല്ലെങ്കിൽ അപ്പർ ഹാൻഡ്, അത് ടെക്നോളജിയിലായാലും ഓട്ടോമേഷനിലായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലായാലും മാനുഫാക്ചറിങ്, ലേബർ കോസ്റ്റിൻ്റെ കാര്യത്തിലായാലും അവരുടെ നിലനിൽക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലായാലും ഇക്കോസിസ്റ്റം, ബിസിനസ് ചെയ്യാൻ പരുവത്തിലുള്ള ഇക്കോസിസ്റ്റത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ്, അല്ലെങ്കിൽ ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള പരിതസ്ഥിതികളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരിതസ്ഥിതിയുടെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾക്കും എത്രത്തോളം ചൈനയുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളത് ഇപ്പോൾ നിലനിൽക്കുന്ന സംശയമാണ്. പക്ഷെ നമുക്ക് ഇനിയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കാത്തിരുന്ന് നമുക്ക് കാണാം എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് അമേരിക്ക ചൈന ഈ ട്രേഡ് വാറിനെ കുറിച്ച് നമുക്ക് തൽക്കാലം പറയാൻ സാധിക്കുന്ന ചില പോയിന്റുകൾ. ഇത്രയും പറഞ്ഞിട്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.